നമ്മുടെ വീടുകളിലെ എല്ലാ വേസ്റ്റുകളും കത്തിക്കുന്ന കുഞ്ഞൻ ഇൻസിനേറ്റർ നിങ്ങൾ കണ്ടോ? അത് നനഞ്ഞിട്ടുള്ള ഡയപ്പർ ആയിക്കോട്ടെ, സാനിറ്ററി പാഡുകൾ ആയിക്കോട്ടെ, ഒക്കെ കത്തിക്കാൻ പറ്റുന്ന ഇൻസിനേറ്റേഴ്സ്. ഇത് നേരിട്ടിട്ടില്ല, ഇത് നനച്ചിട്ടിടും. 1 ലിറ്റർ വെള്ളം ഒഴിച്ചു. നിങ്ങൾ നോക്കിക്കോളെ, നനവോട് കൂടിയിട്ട് ഇടാൻ പോവാണ്. അത് നേരിട്ട് കിട്ടാ മതി. ഇത് 6000 മോഡല്, അടുത്ത് വരുന്ന 7500 മോഡല്, ഈ വരുന്ന 8.75 മോഡല്. ഇത് നല്ല പൈപ്പ്, നല്ല ഹൈറ്റിലേക്ക് പോകുന്നു. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസാ. നമുക്ക് ഉപയോഗിച്ച ശേഷം ഉണ്ടല്ലോ, ഇതിന് അടിയിൽ ചാരം ഉണ്ടല്ലോ, ഇങ്ങനെ കളക്ട് ചെയ്യാം. FG Rower എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന് അടുത്തായിട്ട് നെല്ലിമോളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ചൂള ഇൻഡസ്ട്രീസിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ ഇൻസിനേറ്റേഴ്സ്. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ കത്തിക്കാൻ പറ്റുന്ന ചെറിയ കുഞ്ഞൻ ഇൻസിനേറ്റർ മുതൽ വലിയ നമ്മൾ കൊമേഴ്ഷ്യൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസിനേറ്റേഴ്സ് വരെ നിർമ്മിക്കുന്ന ഒരു അടിപൊളി കമ്പനിയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയാൻ പോകുന്നത്, എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ രീതികൾ, എന്തൊക്കെ വേസ്റ്റുകൾ നമുക്ക് കത്തിക്കാം, ഒക്കെ നമുക്കറിയാം. നേരെ ചൂള ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങളിലേക്ക്. ചൂള ഇൻഡസ്ട്രീസ് കമ്പനിയുടെ പാർട്ട്നേഴ്സിൽ ഒരാളായിട്ടുള്ള അനീഷാണ് ഇപ്പൊ കൂടെ ഉള്ളത്. അനീഷാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഞങ്ങള് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 വർഷമായുള്ളൂ. അതിനുമുമ്പ് ചെറിയ രീതിയിൽ ഞങ്ങൾ ഈ ഇൻസിനേറ്ററിന്റെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങള് നമ്മുടെ വീട്ടാവശ്യത്തിന് ഇൻസിനേറ്റർ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ഇൻസിനേറ്റർ ഉണ്ടാക്കുന്നുണ്ട്. ചെറുതും വലുതായിട്ടുള്ള എല്ലാ ഇൻസിനേറ്റേഴ്സും ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് കാണേണ്ടതും അറിയേണ്ടതും ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, ഇതിന്റെ പ്രവർത്തനം വളരെ സിമ്പിൾ ആണ്. നമുക്ക് കുറച്ച് കരിയില, വിറക്, ചിരട്ട, ചകിരി, ഇങ്ങനെ വീട്ടിലുള്ള ജനറൽ വേസ്റ്റിലല്ലേ, അതെല്ലാം വാരിട്ട് കൊടുക്കുക. ശേഷം മുകളിൽ തീ കൊടുക്കാം. ആദ്യം തീ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് പുകയുടെ പ്രശ്നം കുറച്ച് കാണിക്കുന്നുണ്ട് അല്ലേ? അത് സ്റ്റാർട്ടിങ്ങിലുള്ള പുക മാത്രമേ ഉള്ളൂ. ഉദാഹരണം നമ്മുടെ ഈ പുകയില്ല തടുപ്പില്ലേ, അലുവടുപ്പ്, ആ അടുപ്പ് കത്തിക്കുമ്പോൾ തുടക്കത്തിലൊരു പുക ഉണ്ടാവും, കുറച്ച് പുക കൂടുതലുണ്ടാവും. പിന്നീട് നല്ല കണ്ടോ ഫ്രീ ആയിട്ട് ഉഷാറായിട്ട് അത് കത്തിക്കോളൂ. ഓക്കെ, ഇത് കത്തിയതിനു ശേഷം നമുക്ക് എന്ത് വേണം, എല്ലാ വേസ്റ്റും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ വേസ്റ്റിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് ആദ്യം നമ്മളൊരു തുണി ഇടുക, മുഷിഞ്ഞ തുണി. യെസ്, ഓക്കെ, ഇട്ട് കൊടുത്തു. അത് അതിലേക്ക് ഇട്ടേക്കാം. ഒരെണ്ണെങ്കിൽ വന്നിട്ട് ഞാൻ ഒന്ന് ഇട്ടേക്കാം. ഇത് നമുക്ക് നനവാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇത് കുറച്ചൊരു നനവ് ഉണ്ട് കേട്ടോ, നനഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, അതും അതിലേക്ക് ഇട്ടു. അത് കത്തിപ്പിടിച്ചു കണ്ടോ, അത് കത്തിപ്പിടിച്ചോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഈ കരിയിലിട്ടപ്പോഴുള്ള ഒരു ചെറിയൊരു പൊടിയാണ് ഇവിടെ കാണുന്നത്. വാവ്, അടിപൊളി, നന്നായിട്ട് അത് കത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വീടുകളിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പറയുന്ന ഏറ്റവും ഇപ്പോഴത്തെ കാലത്ത് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡയപ്പറുകൾ. അതിപ്പോ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എല്ലാവർക്കും ഒരു വീട്ടിൽ ഭയങ്കര ഒരു ബാധ്യതയാണ് ഈ ഡയപ്പർ എന്ന് പറയുന്നത്. ഈ ഡയപ്പർ കത്തിക്കാൻ നമുക്ക് ഇത് സിമ്പിൾ ആണ്. സിമ്പിളാ, നനഞ്ഞതൊക്കെ നമുക്ക് കത്തിക്കാം, സുഖമായിട്ട് കത്തിക്കാം. കാണിച്ചാലോ ഡയപ്പർ ഒന്ന് എടുക്കാം. ഡയപ്പർ നമുക്ക് ഇതെങ്ങനെ ഇതിന്റെ പരിപാടിയും കൂടി നമുക്ക് നോക്കാലോ. ഇത് നേരിട്ടിട്ടില്ല, ഇത് നനച്ചിട്ടിടും. ഓക്കെ, ഒന്ന് പിടിച്ച് ഇത് നനച്ചിട്ടിട്ട് നോക്കട്ടെ. ഓക്കെ, ഇതാ വെള്ളം, ഇതിങ്ങനെ നമ്മള് വെള്ളം ഒഴിക്കുകയാണ്. കുറച്ചുകൂടി ഒഴിക്കട്ടെ, കുഴപ്പമില്ലല്ലോ. 1 ലിറ്റർ വെള്ളം ഒഴിച്ചു. 1 ലിറ്റർ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അതേപോലെ നനവോട് കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. നിങ്ങൾ നോക്കിക്കോളെ, നനവോട് കൂടിയിട്ട് ഇടാൻ പോവാണ്. അത് നേരിട്ട് കിട്ടാ മതി. നമ്മൾ അതിന്റെ മുകളിൽ പിന്നെ കുത്തി വെക്കുക, അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു കാര്യങ്ങളും ഇല്ല. അപ്പൊ ഈ ഡയപ്പർ അതിന്റെ ഉള്ളിൽ വീണിട്ട് അത് തീ കെട്ടുപോകില്ലേ? ഇല്ല, തീ കത്തുന്ന കേട്ടില്ലേ? അതിനുള്ള സിസ്റ്റം കൂടി നിങ്ങൾ എയർ കയറി വരാനുള്ള സംവിധാനം ഉണ്ട് ഇതിനകത്ത്. അടിയിൽ നിന്ന് എയർ വലിച്ച് മുകളിൽ കയറി വന്ന് കത്തി വരാനുള്ള സംവിധാനം. നന്നായിട്ട് കത്തുമല്ലേ? സിമ്പിൾ ആയിട്ട് അത് കത്തുന്നുണ്ട്. ഇനി അടുത്ത് നമ്മളെ കുട്ടികൾ ഡയപ്പർ, ചെറിയ ഡയപ്പറുകൾ നനച്ചിരുന്നു കണ്ടോ, അത് മുക്കിയെടുക്ക വെള്ളത്തില്, വെള്ളം ഒഴുകുന്നുണ്ടോ? അത് ശരി. ഓക്കെ, അത് അതുപോലെ അതിലേക്ക് ഇട്ടു. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണോ, ഏറ്റവും ചെറിയ ഇൻസിനേറ്റർ നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. അതിലാണ് ഈ ഒരു മാജിക് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അതിലേക്ക് ഇട്ടു. ഇതൊക്കെ ഇതിന്റെ ഒരു ഏകദേശം ഒരു കാൽഭാഗത്തിന് അവർ ഹൈറ്റ് നിൽക്കുകയാണ്. അത് താഴെ നിന്നുള്ള തീ വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് മാത്രമല്ല നമ്മളിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന വീടുകളിലുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. വീടുകളിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ പാലിയേറ്റീവ് കെയർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വരുന്നത്. വലിയ ആൾക്കാരുടെ ഡയപ്പറുകളും കുട്ടികളുടെ ഡയപ്പറും ഒക്കെ വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കോളേജുകൾ, ഹോസ്റ്റലുകൾ, ഹോസ്പിറ്റലുകൾ, എല്ലാ സ്ഥലങ്ങളിലും വീടുകളിലാണെങ്കിലും ഈ പറയുന്ന സാധാരണ പാഡുകൾ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഈ പാഡുകൾ നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിൽ ഇടാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ നനഞ്ഞോണ്ട് തന്നെ, ചെറിയ നനവെന്തായാലും ഇതിലുണ്ടാവുമല്ലോ, ആ നാച്ചുറൽ രീതിയിൽ തന്നെ നനച്ചുകൊണ്ട് തന്നെ ഇടാം. ഇതും ഇതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇങ്ങോട്ട് മുക്കിയിട്ടുണ്ട്. ഓക്കെ, നല്ലോണം കിടന്നോട്ടെ, വെള്ളം കുറഞ്ഞു പോകണ്ട. ഓക്കെ, ജസ്റ്റ് അതിലേക്ക് ഇട്ടു, ഞാനും ഇട്ടു. യെസ്, തീ അണഞ്ഞു പോകുന്ന പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ കാണാനില്ല. നമുക്ക് ഉപയോഗിച്ച ശേഷം ഉണ്ടല്ലോ, ഇതിന് അടിയിൽ ചാരം ഉണ്ടല്ലോ, ഇങ്ങനെ കളക്ട് ചെയ്യാം. ഞാനത് ചോദിക്കാൻ പോവാറ്, ഇതെങ്ങനെ നിങ്ങൾ ചാരം പുറത്തേക്ക് എടുക്കാന്ന്.
അപ്പൊ ഇതിന്റെ കൂടെ കൊടുക്കുന്നു ഈ ചാരം എടുക്കുന്നതൊക്കെ ഈ കൂടെ തന്നെ ഉള്ളതാ. ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ ആക്സസറി ആയിട്ട് തരുന്നതാ. ഈ ഒരു ഇൻസിനേറ്ററിന്റെ കൂടെ തന്നെ ഉണ്ടാവും അല്ലെ? ഇതിന്റെ പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത്? ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് 6000 മോഡല്, അടുത്ത് വരുന്ന 7500 മോഡല്, ഈ വരുന്ന 8.75 മോഡല്, ഇത് വരുന്ന 17500 മോഡലാണ്. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ളതാണ്. ഇത് 10.4 പൈപ്പ് എക്സ്ട്രാ വരുന്നുണ്ട്, പൈപ്പ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ വീട് ആവശ്യമുള്ള. ഇത് 22.4 മോഡല്. ഇത് നല്ല പൈപ്പ്, നല്ല ഹൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസാ. നമ്മളിപ്പോ ഇത് എങ്ങനെ കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് കത്തിക്കാൻ പറ്റുന്നത്, പാടില്ലാത്തത്? അത് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ വീടുകളിലുണ്ടാകുന്ന ജനറൽ വേസ്റ്റുകളുണ്ടല്ലോ, അതെല്ലാം കത്തിച്ച് കളയാം. പിന്നെ കത്തിക്കാൻ പാടില്ലാത്ത പറയുമ്പോൾ ചോറ്, പുളിശ്ശേരി, സാമ്പാർ, ഇങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരരുത്, അത് കത്തിക്കരുത്, അത് ശ്രദ്ധിക്കണം. പിന്നെ സവാള തൊലി, മുട്ടത്തോട്, മീനിന്റെ തല, ഇങ്ങനെയുള്ളതെല്ലാം കത്തിച്ച് വിടാം, കുഴപ്പമൊന്നുമില്ല. ഫുഡ് ഐറ്റം, ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് പൈപ്പ് കമ്പോസ്റ്റിന്റെ യൂണിറ്റ് നമ്മുടെ ഉണ്ട്. അത് വേറൊരു സിസ്റ്റം ഉണ്ട്. ഫുഡ് വേസ്റ്റ് മാത്രം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇതെങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്? ഇത് നമ്മുടെ പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റ് ആണ്. ഇതുപോലെ 2 പൈപ്പാണ് നമ്മൾ പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റ് വരുന്നത്. ഏകദേശം അത് ഒരു 4 ഇഞ്ച് മണ്ണിലേക്ക് ആഴത്തിലേക്ക് കുഴിച്ചിടുക. 4 ഇഞ്ച് താത്തിട്ടാൽ മതി. താഴെ ഇറക്കി വെക്കണം. മണ്ണത് ഇറക്കി വെക്കണം. ഈ 2 പൈപ്പ് ഇതുപോലെ ചേർത്ത് വെക്കുക. ഇതിന് അടപ്പുണ്ടാകും. ഈ അടപ്പും ഇതുപോലെ 2 അടപ്പും ഉണ്ടാകും. നമ്മൾ ഈ ഒരു അടപ്പ് പൊക്കുക, ഫുഡ് വേസ്റ്റ് വരുന്ന ഇട്ടിട്ട് കൊടുക്കുക. ഫുഡ് വേസ്റ്റ് ഇട്ട് ഈ പൈപ്പ് നിറയുമ്പോഴത്തേക്കും ഇത് ഡെയിലി തുറക്കുന്നു, അടയ്ക്കുന്നു, അടച്ചു വെച്ചേക്കുക. ശേഷം അടുത്ത ഓണാക്കുക. ഇത് ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു, അടയ്ക്കുന്നു, ഇടുന്നു, അടയ്ക്കുന്നു. ഇത് നിറയുമ്പോഴത്തേക്കും ഇത് ഓൾറെഡി കമ്പോസ്റ്റ് ആയി കാണും. ഈ പൈപ്പ് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അടി ഫുള്ളായിട്ട് കമ്പോസ്റ്റ് ആയി മാറി. വീണ്ടും നമുക്ക് അടുത്ത് മാറ്റി വെക്കുക. ഇത് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതിലോട്ട് ഇടുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ പിന്നെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ട്. 1500 രൂപയാണ് പാഴ്സൽ ചാർജ് അടക്കം നമ്മൾ കൊടുക്കുന്നത്. എവിടെ വരെയാണ് നിങ്ങൾ ഇത് ഇൻസിനേറ്റേഴ്സ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഈ വീഡിയോ കണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ ജെയിൻ പാഴ്സൽ സർവീസ് വഴിയാണ് ഇത് കേരളത്തിൽ എല്ലായിടത്തും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, ആന്ധ്രയിൽ പോയിട്ടുണ്ട്, പോണ്ടിച്ചേരി പോയിട്ടുണ്ട്, അവരെല്ലാം പോകുന്നുണ്ട്. ഓരോ പാഴ്സൽ സർവീസുകാർ വഴി നമ്മൾ അവർക്ക് കസ്റ്റമർ കയ്യിൽ മാത്രമല്ല എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല, ഡയറക്റ്റ് സെയിൽ ആയി വിടുന്നത്. നേരിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് പൈസയിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടല്ല ഈ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇടനിലക്കാർ നമുക്കില്ല, എല്ലാം നേരിട്ടുള്ള പരിപാടികളാണ്. അതെ. ഇത്രയാണ് ചൂള ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ചകൾ നമ്മൾ കണ്ടത്. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞ കാര്യമാണ് നമ്മുടെ വേസ്റ്റുകൾ അല്ലെ. ഈ വേസ്റ്റുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കത്തിച്ച് കളയാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒക്കെ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ഇതിന്റെ ഉപയോഗ രീതികൾ ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം, തീർച്ചയായും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആയതുകൊണ്ട് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.